കിച്ചുവിന്റെ ബർത്ത്ഡേ ദിവസം സർപ്രൈസ് ആയിട്ട് വന്നതാട്ടോ ഇവര്. അവൻ ക്ലാസ് കഴിഞ്ഞ് വരുന്നതേ ഉള്ളൂ. അവൻ വീടെത്തുമ്പോഴത്തേക്ക് എന്തായാലും ഒന്ന് സർപ്രൈസ് ആവും. ഇവര് വരുന്നുള്ള യാതൊരു ഹിന്റും അവന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇവരെ കാണുമ്പോൾ അവൻ ഭയങ്കര ഹാപ്പി ആവുകയും ചെയ്യും. ഇത് ബർത്ത്ഡേന്റെ തലേ ദിവസമാണ്. അപ്പൊ തലേ ദിവസം ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് വൈകുന്നേരമാണ് അവന് ഡ്രസ്സ് എടുക്കാനായിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. മിക്കവാറും അവന്റെ ബർത്ത്ഡേ ദിവസം ശനി ഞായറൊക്കെയാട്ടോ വരാറ്. ഇത്തവണ സ്കൂളുള്ള ദിവസം അതുകൊണ്ട് തന്നെ സ്കൂളിൽ പോകുന്ന സമയത്ത് കളർ ഡ്രസ്സ് ഒക്കെ ഇട്ടിട്ട് പോകാലോ എന്നുള്ള ഭയങ്കര സന്തോഷത്തിലാട്ടോ. അത് അവിടെ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ദിവസത്തിലോട്ട് വരാം. ഇത് ബർത്ത്ഡേ ദിവസം വൈകുന്നേരം അവൻ ക്ലാസ് കഴിഞ്ഞ് വരികയാണ്. രാവിലെ പിറന്നാൾ കൂടെയൊക്കെ ഇട്ട് ക്ലാസ്സിലേക്ക് പോകുന്നതിന്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് വന്നത് അവൻ ശരിക്കും സർപ്രൈസ് ആയി. ചീനു രാഹുലിനെയൊക്കെ കണ്ടപ്പോൾ അവൻ ഭയങ്കര ഹാപ്പി ആവുകയും ചെയ്തു. വലിയ വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ തന്നെ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ അതിൽ പരം വലിയ ആഘോഷം ഇനി വേറെ എന്തായാലും. അങ്ങനെ കിച്ചു വന്നതിന് ശേഷം അടുത്ത ആള് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ചിക്ക് വന്ന പാടെ ഇങ്ങനെ ബർത്ത്ഡേ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്ക് അവൾ ഇങ്ങനെ ചുറ്റും വന്ന് നോക്കിയതായിരുന്നു. അപ്പോഴാണ് ചീനുവിനെ രാഗിനെയും കണ്ട് അവളൊന്ന് ഞെട്ടിയത്. സ്കൂൾ കഴിഞ്ഞ് പിള്ളേരൊക്കെ തന്നെ വീട് എത്തിയപ്പോഴത്തേക്കും ഏട്ടനും രാഹുലും കൂടെ കേക്ക് മേടിച്ചോണ്ട് വരാന്ന് പറഞ്ഞ് അവര് പോയിട്ടുണ്ട്. അങ്ങനെ നമ്മളിത് കണ്ണോട് കണ്ണായിടാന്നുള്ള പാട്ടൊക്കെ തന്നെ വെച്ച് ഇങ്ങനെ ആസ്വദിച്ച് നമ്മൾ അവിടെയൊക്കെ തന്നെ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കേക്കുമായിട്ട് അവർ എത്തിയിട്ടുണ്ട്. രാവിലെ ഞാനൊരു പിക്ക് പോസ്റ്റ് ചെയ്ത സമയത്ത് ഒരുപാട് പേര് കിച്ചുവിന് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. വിഷ് ചെയ്തിട്ടുള്ള എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഇട്ടോ. അങ്ങനെ കിച്ചുവിന് ഇന്നേക്ക് 13 വയസ്സായിട്ടുണ്ട്. കുറെ പേര് കിച്ചുവിന് എത്ര വയസ്സാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ 13 വയസ്സാട്ടോ. അങ്ങനെ ഈ കേക്ക് കട്ടിങ് എല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്. അപ്പൊ കിച്ചുവിന്റെ ബർത്ത്ഡേ ദിവസം കമന്റ് സെക്ഷനിൽ നിന്നും ഒരാളെ സെലക്ട് ചെയ്തിട്ട് ഗിഫ്റ്റ് അയച്ചു തരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അത് അറിയാൻ പറ്റും. അപ്പോൾ ബർത്ത്ഡേ ദിവസമാണ് നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അതിനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരത്തെ വീഡിയോയിലാണ് നമ്മൾ വിന്നർ ആരാന്നുള്ളത് നമ്മൾ അറിയിക്കുന്നത്. അപ്പൊ എല്ലാവരും ഇന്നത്തെ വീഡിയോ കാണാൻ മറക്കരുത്. അപ്പൊ വൈകുന്നേരം വരെ നിങ്ങൾക്ക് സമയം പെട്ടെന്ന് തന്നെ എല്ലാവരും കമന്റ് ചെയ്തോളൂ കേട്ടോ.